വളരെ രസകരമായ കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നയമെന്ന് എനിക്കറിയില്ല, ഒരു നേതാവ് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പോലീസുണ്ട് അന്വേഷിക്കാൻ, കുറ്റം ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങൾ അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തും, എന്നിട്ട് അത് ഞങ്ങളുടെ കോടതി ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഏതാണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അണികളും അതേപോലെ തന്നെ ഇവരുടെ കീഴിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. കോഴിക്കോട് തിരുവാമ്പാടിയിലെ ഒരു സംഭവം, റസാക്കിൻ്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കുന്ന ഒരു സംഭവം. ആദ്യം ബില്ലടയ്ക്കാതിരുന്നതിന് വൈദ്യുതി വിച്ഛേദിച്ചു. ഉടനെ ബില്ല് പെട്ടെന്ന് ഓൺലൈനായിട്ട് അടച്ചിട്ട് അതിൻ്റെ കണക്ഷൻ ആക്കി തരണമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ താമസിച്ചതിന് ഈ റസാക്കിൻ്റെ മക്കൾ പോയി ഇത് ചോദ്യം ചെയ്തു. ഇനി അവിടെ KCB ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ചെന്നോ അതേപോലെ തന്നെ അവിടുത്തെ കമ്പ്യൂട്ടർ തകർത്തെന്നോ ഒക്കെ പറയുന്നുണ്ട്. എളുപ്പമുണ്ട് പറയാൻ, ഉള്ള കാര്യം എളുപ്പമാണ് പറയാൻ, ആർക്കും എന്തും പറയാമല്ലോ. ഏതായാലും അതോടുകൂടി അതിന് മാപ്പ് പറഞ്ഞ് അതിൻ്റെ നഷ്ടപരിഹാരവും എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കത്തുള്ളൂ എന്ന് ആയി. KCBയുടെ CMD കുറച്ച് വിവരമുള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റി കേട്ടോ. ഏതായാലും ആ ധാരണ ഞാനങ്ങ് തിരുത്തി. കാര്യം അതിന് എടുത്ത തീരുമാനം എന്താണെന്നറിയോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി കേട്ടോ, വൈദ്യുതി അങ്ങ് വീണ്ടും വിച്ഛേദിച്ചു, റീകണക്ട് ചെയ്തത് അങ്ങ് വിച്ഛേദിച്ചു ഇട്ടു. ഇനി ഇതിന് നഷ്ടപരിഹാരമൊക്കെ അടച്ചിട്ടു. അതായത് അവരുടെ പോലീസ് അവരാണ്, അവരുടെ അന്വേഷണ ഏജൻസി അവരാണ്, അവരന്വേഷിക്കും, അവരുടെ കോടതി അവർ തന്നെയാണ് എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ KCB എടുത്തേക്കുന്നതെന്നാണ് നമ്മളിവിടെ കാണുന്നത്. KCB എന്ന് ഞാൻ പറയുന്നില്ല, CMD എടുത്തു എന്നുള്ളതാണ്. അവസാനം വൈദ്യുതി മന്ത്രി ഇത് വിവരം അറിഞ്ഞ് വലിയ പ്രശ്നമായി. ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിയേക്കുന്നത്. കാരണം രണ്ടുപേര് പിള്ളേർ പോയി അവിടെ ബഹളം ഉണ്ടാക്കി എന്തെങ്കിലും നാശനഷ്ടമൊക്കെ വരുത്തിയെങ്കിൽ അവരുടെ പേര് കേസെടുക്കണം. അതിവിടെ ഉണ്ട്, പോലീസുണ്ട് ഇവിടെ അന്വേഷിക്കാൻ. ആ പോലീസിൽ ഇവർക്ക് വിശ്വാസമില്ലേ? അതാ നമുക്ക് ഇവരുടെ പോലീസിൽ ഇവർക്ക് വിശ്വാസമില്ലെന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും CMDക്ക് വിശ്വാസമില്ല. അപ്പോൾ ആ രീതിയിലായതുകൊണ്ടാണ് തന്നെത്താൻ ഇതങ്ങ് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ശിക്ഷാ നടപടികൾ എടുക്കണമെന്ന് തീരുമാനിച്ചു. അവസാനം എന്താ, വൈദ്യുതി മന്ത്രി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ അത് പറയാനുള്ള ഒരു ധൈര്യം വേണ്ട, ഒരു ആർജവം വേണ്ട, ഒരു ഉദ്യോഗസ്ഥന് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കുക പെട്ടെന്ന്, അതർവൈസ് യു വിൽ ബി ഔട്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം മന്ത്രിക്കില്ല. അങ്ങനെയുള്ള ഒരു മന്ത്രിയായിരിക്കും, അതുകൊണ്ടാണല്ലോ. ഏതായാലും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല. ഉടനെ മന്ത്രി പറഞ്ഞു ഇതങ്ങ് ചെയ്തു കൊടുക്കാൻ. അപ്പോൾ പറഞ്ഞു അത് ആദ്യം അത് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി എടുത്ത് ഇത് പല പറഞ്ഞെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പം മന്ത്രിയും ഇതിനപ്പുറത്തെ വിവരക്കേട്. അതായത് ഇനി മേലാൽ ഇവരെ ഒന്നും ആക്രമിക്കത്തില്ല, ഇത് ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്, വടിയെടുത്തടിക്കും, ചൂരിലെടുത്തടിക്കും, ഇതുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സ്റ്റാൻഡ് മന്ത്രി എടുത്തു. എന്ത് ഖേദകരമെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ബോധമില്ലാത്ത ആളുകൾ ഭരിക്കുന്ന രാജ്യം, സംസ്ഥാനം, അങ്ങനെ ആയല്ലോ കേരളം. ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഇവരാരാണ്? ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിനെ DYFIക്കാർ കല്ലെറിഞ്ഞെന്നിരിക്കട്ടെ, അതുകൊണ്ട് DYFIയുടെ നേതാക്കളെയും അതുപോലെ തന്നെ ഈ വേറെ ആരെയും ഇനി മേലാൽ KSRTC കയറ്റണ്ട എന്നൊരു തീരുമാനം എടുത്താലോ? എന്നൊരു തീരുമാനം എടുക്കുന്നതിന് തുല്യമല്ലേ ഇത്? ഇതാണ് ഓരോ കാര്യങ്ങൾ. ഇതുപോലെ ഓരോന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇതുപോലെ സ്വന്തമായിട്ട് നിയമം കയ്യിലെടുത്തിട്ട് ജനങ്ങളെ ഉപദ്രവിക്കാനും മനുഷ്യാവകാശ ലംഘനം നടത്താനും തുടങ്ങിയാൽ ഇവിടുത്തെ ഭരണം എങ്ങനെ പോകും? അത് ഈ മന്ത്രിമാരെ ആലോചിക്കട്ടെ. ഒന്നുമില്ലെങ്കിലും മന്ത്രിമാർ വലിയ ബുദ്ധിയുള്ളവരും വലിയ മിടുക്കരുമാണെന്നാണല്ലോ വൈപ്പ്. അപ്പോൾ ഇത് തലച്ചോറില്ലാത്ത ഒരു തീരുമാനമാണ് മന്ത്രിയുടെയും ഭാഗത്തുനിന്നുണ്ടായത്. അവസാനം എന്തെന്നറിയാം, ഇത് കളക്ടർക്ക് മനസ്സിലായി പ്രശ്നം. അതിന് പകരം എന്താ, അപ്പോൾ കളക്ടർ ചെയ്തത് കളക്ടർക്കും വിഷമം, ഈ മന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയല്ലേ. കളക്ടർ തഹസീൽദാരെ പറഞ്ഞയച്ചു, ഒരു മീഡിയേഷൻ, എന്താ, അതൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. സത്യവാങ്മൂലത്തിന് മക്കൾ ചെയ്ത തെറ്റിന് ഞങ്ങൾ മാപ്പ് പറയുന്നു, ഇനി മേലാൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കില്ല. ഇവിടെ മക്കളെ, ഇവിടെ രാഷ്ട്രീയക്കാരുടെ മക്കൾ ഓരോന്ന് ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി വാങ്ങിച്ചാൽ കുഴപ്പമില്ല മന്ത്രിയുടെ മക്കൾ ആരെങ്കിലും കേട്ടോ. അതുപോലെ മന്ത്രിയുടെ മക്കൾ വേറെ വല്ലതും കാണിച്ചാലോ പാർട്ടിയുടെ നേതാക്കളുടെ മക്കൾ കാണിച്ചാലോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഇയാളുടെ മക്കൾ ഇതുപോലെ ചെന്ന് അത് ചോദ്യം ചെയ്തതാണ് പ്രശ്നമായത്. അപ്പോഴത്തേക്ക് അതോടുകൂടി കട്ട് ചെയ്യേണ്ട. ഈ താൻപോരിമ എന്ന് പറയുന്നത് ഇവർക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല.
കാരണം മുകളിലിരുന്ന ആളുകൾ ഭരിക്കുന്നവർ ഇതേ കാര്യം കാഴ്ചപ്പാടെടുക്കുമ്പോൾ ഇവർക്കും ചെയ്യാമല്ലോ. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഇന്നേ വരെയും മനസ്സിലായിട്ടില്ലല്ലോ ആ റോഡിൽ നടത്തിയിട്ടുള്ള നവകേരള സദസ്സിന് ആ ഡിവൈഎഫ്ഐക്കാരും ഗുണ്ടകളും ഒക്കെ നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ള മറ്റ് പോലീസുകാരും നടത്തിയിട്ടുള്ള അതിക്രമവും അക്രമവും ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ലല്ലോ. ലാത്തി ഉപയോഗിച്ചും അതുപോലെ തന്നെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റും ഒക്കെ കൊണ്ട് ആളുകളെ സൽക്കരിച്ചത് അദ്ദേഹം മറന്നുപോയിട്ടില്ല. അത് അദ്ദേഹം മറന്നുപോയി. അങ്ങനെ ഒരു സംഭവമല്ല. അത് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം എന്ന് ഇപ്പോഴും ആവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ ഇതിനപ്പുറത്തെ മാതൃകാപരമായ ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ കിട്ടത്തില്ല. CMDയെ കുറ്റം പറയണ്ട. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഇതിനപ്പുറവും ചെയ്യാം, ഒരു പ്രശ്നമില്ല. വൈദ്യുതി മന്ത്രി ഉള്ളപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം. ഈ രീതിയിൽ വേണം ചെയ്യാനും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാരും അവർ പഞ്ചായത്ത് ഓഫീസ് അത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മേലാൽ നിൻ്റെ വീട്ടിൽ ഒരൊറ്റ ഒരുത്തിനും ഒരു ലൈസൻസ് തരത്തില്ല. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള കുറ്റം കൊണ്ട്. ഇനി അതേപോലെ വില്ലേജ് ഓഫീസിൽ ചെന്ന് ആരെങ്കിലും എന്തെങ്കിലും അതേപോലെ തന്നെ വന്ന് നികുതി അടയ്ക്കാൻ ചെന്നു, സമയത്തില്ല, നാളെ വാ മറ്റന്നാ വാ എന്നൊക്കെ പറഞ്ഞ് നടത്തിയപ്പോൾ സാറേ ഇങ്ങനെ എന്നെ നടത്തരുതെന്നൊന്ന് പറഞ്ഞു പോയെന്നിരിക്കട്ടെ ഒരാൾ. അപ്പോൾ മേലാൽ നിന്റെ വീട്ടിലെ നികുതി ഒന്നും ഇവിടെ എടുക്കത്തില്ല എന്ന് പറയുന്നതിന് തുല്യമല്ല ഇവിടെ കാണിച്ചേ. ഈ KSEBക്ക് ഇതിൻ്റെ അധികാരമുള്ള ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇത് ജനങ്ങളല്ലേ ഇവിടുത്തെ നേതാക്കൾ, ഭരിക്കുന്നവർ ജനങ്ങളല്ലേ. അപ്പോൾ ജനങ്ങളുടെ ദാസന്മാരാണ് ഇവർ. അത് ശരിയാണ്, ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറയാനിടയായി കേട്ടോ. അത് ദാസനാണെന്ന്. ഏതായാലും നല്ലതാണ്. അത് ദാസന്മാർ ഇങ്ങനെ തന്നെ ചെയ്യണം ജനങ്ങളോട്. കാരണം ഭരിക്കുന്നവർ ഇതുപോലെ തന്നെ ഈ പ്രജകളായി നിൽക്കുന്ന പാവങ്ങളോട് ഇങ്ങനെ ചെയ്യണം. ഈ KSEBക്കാരും അവരും എല്ലാം ചെയ്യേണ്ടതെന്ന്. കാരണം ഉപഭോക്താവിന് KSEB ഉണ്ടാവുന്നത് ഈ ജനങ്ങളുടെ പണം കൊണ്ടാണെന്ന് ആദ്യം അവരൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഉപഭോക്താക്കൾ കൊടുക്കുന്ന പണമല്ലേ ഇവരൊക്കെ ശമ്പളം വാങ്ങിച്ച് തിന്നുന്നത്. ആദ്യം അത് ചിന്തിക്കണം. അവരോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഏതെങ്കിലും പിള്ളേരെന്തെങ്കിലും ചെയ്തെന്നും പറഞ്ഞ് ആ പ്രായമായ അച്ഛനും അമ്മയും ഉള്ള വീട്ടിൽ കയറി അവരുടെ കറണ്ട് കണക്ഷൻ മാറ്റുക, ആ സ്ത്രീയെ തെറി വിളിക്കുക, അത് അസഭ്യം പറയുക, മോശമായിട്ട് സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന വിധത്തിൽ പെരുമാറുക, അതിന് കേസെടുത്തിട്ടുണ്ട് പോലീസ്. ഏതായാലും നല്ല കാര്യം. അത് എവിടെ വരെ പോകുമെന്ന് എനിക്കറിയില്ല. ഈ കേസ് അതുപോലെ മറ്റിടത്തും കടുക്കും. കാരണം അവർ തന്നെ കമ്പ്യൂട്ടറും തല്ലി പൊട്ടിച്ചിട്ട് കമ്പ്യൂട്ടർ അടിച്ചു പൊട്ടിച്ചു, അത് വേണം എന്ന് പറയാമല്ലോ ആർക്കും. അവർ ഈ യഥാർത്ഥത്തിൽ ഒരു വീട്ടിൽ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ 30 മണിക്കൂർ അവർ വൈദ്യുതി വിച്ഛേദിച്ച് കിടന്നതിന് യഥാർത്ഥത്തിൽ ചെയ്തതിന് KSEB ചെയ്യാണ് മാപ്പ് പറയേണ്ടത് ജനങ്ങളോടും അവരോടും. മാത്രമല്ല ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനം നടത്തിയതിന് അവർക്കെതിരെ ശരിയായ രീതിയിൽ നടപടിയെടുക്കണം, നിയമ നടപടിയെടുക്കണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ. അതാണ് ചെയ്യേണ്ടത്.